നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ കാണാം. കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനവും റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേസുകൾ പിൻവലിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗ തീരുമാനം. മഞ്ഞക്കുറ്റികൾ മാറ്റാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. സ്വാഗതം ചെയ്ത് സമരസമിതി. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കാലാവധി തീരുന്ന PSC ലിസ്റ്റുകൾ നവംബർ 31 വരെ നീട്ടും. ചികിത്സാ പിഴവിൽ മരിച്ച വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രിസഭായോഗം. ധനസഹായം പ്രഖ്യാപിച്ചതിൽ ആശ്വാസമെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു അമൃത വാർത്തകളോട്. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയ്ക്ക്. സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പ്, AP അനിൽകുമാറിന് റവന്യൂ, എക്സൈസ് സഹകരണ വകുപ്പുകൾ M ലിജുവിന്, CP ജോണിന് ഗതാഗതം. പ്രതിഷേധത്തെ തുടർന്ന് കൊച്ചി മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ നിർത്തിവെച്ചു. നടപടി ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. മിൽമ പാൽ വില കൂട്ടി. ലിറ്ററിന് 4 രൂപ കൂടും. തീരുമാനം ഇന്നത്തെ മിൽമ ഡയറക്ടർ ബോർഡിൽ. പുതിയ വില ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ. 3 രൂപ 35 പൈസ കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനയെന്ന് മിൽമ. സർവകലാശാല അധികാര തർക്കത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ചാൻസലറുടെ ഉത്തരവുകൾ സിൻഡിക്കേറ്റിന് വെല്ലുവിളിക്കാനാകില്ലെന്ന് കോടതി. ഉത്തരവ് കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആണ്. ഒപ്പം മറ്റു വകുപ്പുകൾ, എല്ലാ വകുപ്പുകൾ സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും അവസാനം വകുപ്പ് തർക്കം നിലനിന്നിരുന്നത് ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ വകുപ്പ് ലീഗിന് നൽകരുതെന്ന് സഭകളടക്കം, ലത്തീൻ സഭകളടക്കം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെയാണ്. അബ്ദുൽ ഗഫൂറാണ് ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുക. കൂടുതൽ വിശദാംശങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നു. ദേവിക, എന്തായാലും VD മന്ത്രിസഭയിലെ വകുപ്പുകൾ സംബന്ധിച്ചൊക്കെ തീരുമാനമായി. ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുക ആരൊക്കെയാണ്? സൂചിപ്പിച്ച പോലെ തന്നെ ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെ നൽകി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായിട്ടും അമ്പിളി, കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് VD സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഈ സമ്പൂർണ്ണ വകുപ്പ് വിഭജനം ഔദ്യോഗികമായി പൂർത്തിയായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രചരിച്ചിരുന്ന വകുപ്പുകളുടെ പട്ടികയിൽ നിന്നും വലിയ മാറ്റമാണ് നമുക്ക് ഈ അന്തിമ പട്ടികയിൽ കാണാൻ സാധിക്കുന്നത്. സുപ്രധാന വകുപ്പുകളായ പൊതുഭരണം, ധനം, നിയമം, തുറമുഖം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ് കൈകാര്യം ചെയ്യുക. UDF-ലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യും. നേരത്തെ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വൈദ്യുതി വകുപ്പാണ് അന്തിമമായി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് അമ്മിടി സൂചിപ്പിച്ചതുപോലെ ഈ ഫിഷറീസ് വകുപ്പ് നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധം. വി ഡി സതീശൻ സർക്കാരിലെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈകാര്യം ചെയ്യുക പൊതുഭരണം, ധനം, നിയമം തുടങ്ങിയ തുറമുഖ വകുപ്പുകൾ തുടങ്ങിയതൊക്കെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ കേട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കാര്യമായ ഒരു അഴിച്ചുപണി ഏറ്റവും അവസാനം വകുപ്പ് വിഭജനത്തിൽ നടന്നിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പാണ് കൈകാര്യം ചെയ്യുക. നേരത്തെ അദ്ദേഹത്തിന് റവന്യൂ വകുപ്പായിരുന്നു. അത് AP അനിൽകുമാറിന് റവന്യൂ വകുപ്പ് നൽകിയിട്ടുണ്ട്. ആദ്യം ആരോഗ്യ വകുപ്പായിരുന്നു അനിൽകുമാറിന് പറഞ്ഞിരുന്നത്. പിന്നീട് ആരോഗ്യവും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും K മുരളീധരന് കൈമാറി. എക്സൈസ് സഹകരണ വകുപ്പുകൾ M ലിജുവാണ്
സതീശനാണ് കൈകാര്യം ചെയ്യുക. ഒപ്പം തന്നെ മറ്റു വകുപ്പുകൾ PK കുഞ്ഞാലിക്കുട്ടിയാണ് വ്യവസായം, ഒപ്പം സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം ബോർഡ്, മോൻസ് ജോസഫിനാണ് ജലവിഭവം, ഷിബു ബേബി ജോണിലേക്ക് വരികയാണെങ്കിൽ വനം വകുപ്പാണ്, അനൂപ് ജേക്കബാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുക, CP ജോൺ ഗതാഗതം, ഒപ്പം N ഷംസുദ്ദീനാണ് വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ് തുടങ്ങി ഹജ്ജ് തുടങ്ങിയ വകുപ്പുകളൊക്കെ, PC വിഷ്ണുനാഥ് ടൂറിസവും സാംസ്കാരികവും കൈകാര്യം ചെയ്യും. ഇതൊക്കെ നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. റോജി M ജോണിനാണ് ഉന്നത വിദ്യാഭ്യാസം, ആ വകുപ്പ് കിട്ടുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശുക്ഷേമം കൈകാര്യം ചെയ്യും. KM ഷാജി തദ്ദേശ സ്വയംഭരണമാണ്, PK ബഷീറാണ് പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുക. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും അവസാനവും ഒരു തർക്കം നിലനിന്നിരുന്നു. എന്നാൽ ആ വകുപ്പ് ലീഗിന് തന്നെ നൽകി. അബ്ദുൽ ഗഫൂർ ആണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുക. T സിദ്ദീഖാണ് കൃഷി, KA തുളസി പിന്നാക്കക്ഷേമം, OJ ജനീഷ് യുവജനക്ഷേമവും കായികവും ആർക്കിയോളജിയും കൈകാര്യം ചെയ്യും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവിക ചന്ദ്രൻ. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വകുപ്പ് വിഭജനത്തിൽ തർക്കങ്ങളൊന്നും ഉണ്ടായില്ല, ഗവർണർ സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പട്ടിക സമർപ്പിക്കാൻ കഴിയാതെ പോയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഞാൻ ചോദിക്കട്ടെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു അന്ന് രാത്രി ചർച്ചകൾ നടത്തിയത് പൂർത്തിയായി, ലിസ്റ്റ് ഇന്നലെയാണ് അറിയുന്നത് ഗവർണർ സ്ഥലത്തില്ലാന്ന്. ഗവർണർ രാവിലെ തൃശ്ശൂരിലേക്ക് പോയി, അദ്ദേഹം രാത്രിയാണ് വന്നത്. ഇന്ന് രാവിലെ ഗവർണർക്ക് സമർപ്പിച്ചു. എവിടെയാ വൈകിയത്? നേരിട്ട് കൊടുത്തു, ഗവർണർക്ക് കൊടുത്താലേ ഗവർണർ അവിടെ നിന്ന് അപ്രൂവൽ വേണ്ടേ? അല്ലെങ്കിൽ അവിടെ എന്ത് തർക്കം? മിനിഞ്ഞാന്ന് രാത്രി തീർന്നു. നിങ്ങൾ എഴുതിയെന്ന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ? തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനവും റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. മഞ്ഞക്കുറ്റി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കേരളത്തിന്റെ സാമൂഹ്യ പാരിസ്ഥിതിക ഭൂമികയിൽ ആശങ്കയായി മാറിയ മഞ്ഞക്കുറ്റികൾ ഇനി ചരിത്രം. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. സിൽവർ ലൈനിന് പകരം സ്പീഡ് കോറിഡോർ, അതിവേഗ ഇടനാഴി എന്നിവയും പരിഗണനയിലുണ്ട്. പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് സിൽവർ ലൈൻ വേണ്ടെന്ന് വെച്ചതെന്നും UDF സബ് കമ്മിറ്റി പഠിച്ച് വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി വേണ്ടെന്ന് വെച്ചതെന്നും സതീശൻ പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റ് നീട്ടിയതും ആശ്വാസമായി. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCയോട് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. വിഷൻ 2031 നടപ്പിലാക്കും. 100 ദിവസത്തെ കർമ്മ പദ്ധതി ജൂൺ 1 ആരംഭിക്കും. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന. പത്മ പുരസ്കാര ശുപാർശ സമർപ്പിക്കാൻ സമിതി നിർമ്മിക്കും. ചികിത്സാ പിഴവ് മൂലം മരിച്ച കൊല്ലത്തെ വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. IAS ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടികൾ പുനഃപരിശോധിക്കും. 3 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ സ്വപ്ന പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകുമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് സമരസമിതി. കഴിഞ്ഞ 7 വർഷമായി സിൽവർ ലൈൻ കടന്നുപോകുന്ന മേഖലയിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ തടസ്സം നിലനിന്നതാണ് ഏറെ പ്രതിസന്ധിയിലാക്കിയത്. സമരസമിതി അംഗങ്ങൾക്കെതിരെ സ്റ്റേഷനുകളിലും കോടതികളിലും നിലനിൽക്കുന്ന എല്ലാ കേസുകളും പിൻവലിക്കുക എന്നത് പ്രധാന ആവശ്യമായിരുന്നുവെന്നും നേതാക്കൾ പ്രതികരിച്ചു. വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ്. ഞങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. അടുത്ത ക്യാബിനറ്റിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ 7 വർഷമായി വളരെ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ ലൈൻ കടന്നു പോകുന്ന മേഖലകളിലെ ജനങ്ങൾ. അതിനൊരു പരിഹാരമുണ്ടായി എന്നുള്ളത് സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. ഭൂമിയുടെ മേൽ ഒരു മൊറട്ടോറിയം ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രശ്നം. കാരണം ഈ റവന്യൂ വകുപ്പ് ഇറക്കിയ ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് അത് നിലനിൽക്കുവോളം ഭൂമി കൈമാറ്റം ചെയ്യാൻ കഴിയാനോ ഇല്ല ബാങ്കിൽ വായ്പയ്ക്ക് കൊടുക്കാനോ ഒന്നും കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും ആളുകളെ ആശങ്കപ്പെടുത്തിയൊരു സംഗതി. അതിനകത്തൊരു തീരുമാനമുണ്ടായി എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിരുന്നു. സമരസമിതി നേതാക്കൾക്കും ഇരകൾക്കും എല്ലാമെതിരെ ധാരാളം കേസുകൾ കേരളത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു.
എനിക്കും ചെയർമാനും ഒക്കെ എതിരെ അങ്കമാലി കോടതിയിൽ കേസ്, അത് ക്രിമിനൽ കേസായിരുന്നു, പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നിലനിൽക്കുകയാണ്. കേരയിൽ പദ്ധതി റദ്ദാക്കിയ സർക്കാർ തീരുമാനത്തെ ആവേശത്തോടെയാണ് വിവിധ സ്ഥലങ്ങളിലെ സമരസമിതി പ്രവർത്തകർ സ്വീകരിച്ചത്. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും സമരസമിതി തങ്ങളുടെ വിജയം ആഘോഷിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പദ്ധതി റദ്ദാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതായി സമരസമിതിയുടെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചപ്പോൾ മുതൽ തുടങ്ങിയ സമരങ്ങൾ, വീടിനുള്ളിൽ പോലും മഞ്ഞക്കുറ്റി സ്ഥാപിച്ചുകൊണ്ടുള്ള സ്ഥലമെടുപ്പ്, 6 വർഷത്തോളം നീണ്ട വിജയത്തിന്റെ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു സമരസമിതി പ്രവർത്തകർ. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ മധ്യ കേരളത്തിൽ ഏറ്റവും വലിയ സമരം നടന്നതിൽ ഒന്ന് കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ്. പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ മാടപ്പള്ളിയിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോലീസ് കയ്യേറ്റം ചെയ്യുകയും റോഡിലൂടെ വലിച്ചിഴക്കുകയും ചെയ്തിരുന്നു. നിരവധി പേർക്കെതിരെ പോലീസ് കേസുകളും നിലവിലുണ്ട്. ചുവപ്പുനാടയിൽ കുടുങ്ങിയ 400 വീടുകളാണ് പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനത്തിലൂടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞതെന്ന് പോലീസ് അതിക്രമത്തിനിരയായ റോസ്ലിൻ പ്രതികരിച്ചു. അതിയായ സന്തോഷം. കാരണം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങളാണ് ഞങ്ങൾക്ക് തിരികെ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു ഭവനം മാത്രമല്ല, 400 കുടുംബങ്ങൾ, 400 ഭവനങ്ങൾ സന്തോഷിക്കുന്നു. അതിലെത്ര കുടുംബങ്ങളുണ്ടോ അത്രയും കുടുംബങ്ങളും ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു വലിയ ആഘോഷ ദിവസമാണിത്. ഞങ്ങൾ ആഘോഷമാക്കി മാറ്റും. പിന്നെ ഇതിൻ്റെ വിജ്ഞാപനം പൊതുവലിച്ച ശേഷം ഞങ്ങൾ ഈ സമരപ്പന്തൽ പൊളിക്കും. അന്ന് വി ഡി സതീശൻ സാർ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ അങ്കമാലി, കീഴ്മാട്, പൂക്കാട്ടുപടി, ചോറ്റാനിക്കര എന്നിവിടങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പദ്ധതി റദ്ദാക്കുമെന്ന ഉറപ്പ് ലഭിച്ചിരുന്നതായി സമരസമിതിയുടെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പറഞ്ഞു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ ഓഫീസിൽ പോയി സന്ദർശിക്കുകയും സമരസമിതിയുടെ പേരിലുള്ള മെമ്മോറാണ്ടം അദ്ദേഹത്തിന് നൽകുകയും ആ മെമ്മോറാണ്ടം സ്വീകരിച്ച ഉടനെ തന്നെ അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്ന് ആ കാര്യത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ചെങ്ങന്നൂർ കൊഴുവല്ലൂരിലെ തങ്കമ്മയുടെ വീട് പൊളിച്ചു നീക്കിയാണ് അന്നത്തെ സർക്കാർ കുറ്റി നാട്ടിയിരുന്നത്. വീട് പൊളിച്ചു നീക്കിയെങ്കിലും പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന മന്ത്രി സജി ചെറിയാന്റെ വാഗ്ദാനവും വെറുതെയായി. പിന്നീട് സമരസമിതിയുടെ നേതൃത്വത്തിലാണ് തങ്കമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. പുതിയ സർക്കാരിന്റെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് തങ്കമ്മ പ്രതികരിച്ചു. എൻ്റെ അനുവാദം എൻ്റെ പേര് കിടക്കുന്ന വസ്തുവിനകത്ത് കല്ലിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായി എതിർത്തു. അന്നിരുന്ന വനിതാ പോലീസൊക്കെ എന്നെ ഞെക്കി. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് നിന്നവരൊക്കെ തോമസ് സൈബർഗാസ് സാറൊക്കെ എന്നെ പിടിച്ചു. അല്ലെങ്കിൽ ഞാൻ മറിഞ്ഞ് ബോധം കെട്ട് വീണേനുമായിരുന്നു. അത്രമേൽ അനുഭവിച്ചതാണ് ഈ കുറ്റി വിളിച്ചപ്പോൾ. ഒത്തിരി നന്ദിയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ ആഹ്ലാദവുമായി കോട്ടയം മാടപ്പള്ളിയിലെ ജനകീയ സമരസമിതി. പദ്ധതി റദ്ദാക്കിയ പ്രഖ്യാപനത്തെ തുടർന്ന് സമരപന്തലിൽ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ ആഘോഷമാക്കി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പന്തൽ പൊളിച്ചു നീക്കുമെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സമരം നടന്നത് കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലാണ്. LDF സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിക്കെതിരെ ആരംഭിച്ച സമരം 1500 ദിവസങ്ങളോട് അടുക്കുമ്പോഴാണ് പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള UDF സർക്കാരിന്റെ പ്രഖ്യാപനം വന്നത്. സർക്കാർ പ്രഖ്യാപനത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതായും മുഖ്യമന്ത്രി നേരിട്ടെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സമരപന്തൽ പൊളിച്ചു നീക്കുമെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ 6 വർഷക്കാലമായി ഞങ്ങൾ നടത്തിയ സഹന സമരത്തിനുള്ള ഒരു പ്രതിഫലമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ മാടപ്പള്ളിയിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോലീസ് കയ്യേറ്റം ചെയ്യുകയും റോഡിലൂടെ വലിച്ചൊഴിക്കുകയും ചെയ്തിരുന്നു. നിരവധി പേർക്കെതിരെ പോലീസ് കേസുകളും നിലവിലുണ്ട്. പദ്ധതി പ്രഖ്യാപനത്തോടെ ചുവപ്പ് നാടയിൽ കുടുങ്ങിയത് 400 വീടുകളാണ്. പുതിയ പ്രഖ്യാപനത്തോടെ വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പോലീസ് അതിക്രമത്തിനിരയായ റോസ്ലിൻ പ്രതികരിച്ചു. അതിയായ സന്തോഷം. കാരണം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങളാണ് ഞങ്ങൾക്ക് തിരികെ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു ഭവനം മാത്രമല്ല, 400 കുടുംബങ്ങൾ, 400 ഭവനങ്ങൾ സന്തോഷിക്കുന്നു. പ്രതിഷേധത്തിന്റെ പേരിൽ ചുമത്തപ്പെട്ട കേസുകൾ ഒഴിവാക്കുമെന്നതും സമരസമിതി പ്രവർത്തകർക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് സമരപന്തലിൽ പ്രവർത്തകർ മധുരം വിതരണം ചെയ്യുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു. മാടപ്പള്ളിയിലെ സമരത്തിന്റെ 500ാം ദിവസം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ സമരപന്തൽ സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം വി ഡി സതീശൻ സമരപന്തലിൽ എത്തുമ്പോൾ ആവേശകരമായ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സമരസമിതി പ്രവർത്തകർ. അമൃത ന്യൂസ്, കോട്ടയം.
സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചതിൽ ആശ്വാസമുണ്ടെന്നും ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട വേണുവിന്റെ ഭാര്യ സിന്ധു അമൃത വാർത്തകളോട് പറഞ്ഞു. ചികിത്സാ പിഴവ് വരുത്തിയ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടികൾ ഉണ്ടാകണം. ഒപ്പം തന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾക്കനുസരിച്ച് ഒരു സർക്കാർ ജോലി നൽകുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും സിന്ധു ആവശ്യപ്പെട്ടു. 2025 നവംബർ 5 കൊല്ലം പന്മന സ്വദേശിയായ വേണു മതിയായ ചികിത്സ ലഭിക്കാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. സംഭവം ചികിത്സാ പിഴവ് മൂലമെന്ന് കണ്ടെത്തിയതോടെയാണ് വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമെടുത്തത്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം UDF സർക്കാർ കയറിയിട്ട് കുറച്ച് നാളുകൾ മാത്രമേ, അതായത് വിരലെണ്ണാവുന്ന നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ സാറ് സഹായിച്ചു, UDF സർക്കാർ, അതായത് സാർ എന്നെ സഹായിച്ചു. ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹം ഇല്ലാതായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനോടൊപ്പം എനിക്ക് മക്കളെ വളർത്തണമെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഒരു ജോലി, ഒരു സ്ഥിര വരുമാനം വേണം എന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ആശ്വാസം എന്ന രീതിയിൽ എനിക്കിപ്പോൾ ഈ ഒരു ധനസഹായം ലഭിച്ചു. ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും ഈ സർക്കാർ എന്നെ കൈവിടില്ല എന്ന് തന്നെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നു. ഇതുപോലെ ഒരു കുടുംബത്തിനും ഒരു നഷ്ടം ഉണ്ടാകാൻ പാടില്ല. അവർക്കെതിരെ, അതായത് ആരൊക്കെയായിരുന്നു ഉദ്യോഗസ്ഥർ, അവർക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു നടപടി ഉണ്ടാകണം എന്ന് തന്നെ ഞാൻ മിൽമ പാലിന്റെ വില ലിറ്ററിന് 4 രൂപ വീതം വർദ്ധിപ്പിക്കും. വില വർധനവ് അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. 3 രൂപ 35 പൈസ കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനവെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. മിൽമ ഡയറക്ടർ ബോർഡ് യോഗമാണ് പാൽവില വർദ്ധിപ്പിക്കുന്ന തീരുമാനമെടുത്തത്. സർക്കാർ നിർദ്ദേശപ്രകാരം 4 രൂപയാണ് വർദ്ധിക്കുക. ഇതിൽ 3 രൂപ 35 പൈസ കർഷകർക്ക് ലഭിക്കും. അടുത്ത മാസം 1-ാം തീയതി മുതൽ വർധനവ് നിലവിൽ വരും. വില വർധനവിന് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ LDF സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. നിലവിൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് വില വർധന. നമ്മൾ നേരത്തെ തന്നെ പാൽവില കൂട്ടാൻ പഴയ സർക്കാരുമായിട്ട് ഒരു ധാരണയിലെത്തുകയും പഴയ തീരുമാനമാണെങ്കിലും പുതിയ മുഖ്യമന്ത്രിയുടെ തന്നെ അനുവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ധാരണ തന്നിട്ടുണ്ട്. 4 രൂപ 1 ലിറ്റർ പാലിന് ജൂൺ മാസം 1-ാം തീയതി മുതൽ വില വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട്. 83.75% കർഷകർക്ക് 4 രൂപയിൽ നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നു വെച്ചാൽ 3 രൂപ 35 പൈസ നമ്മൾ കർഷകർക്ക് കൊടുക്കും. 4 രൂപ വർദ്ധിക്കുന്നതോടെ 1 ലിറ്റർ പാലിന്റെ വില 56 രൂപയാകും. കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പാലിന് ലിറ്ററിന് 40 രൂപ 4 പൈസയ്ക്ക് പകരം 43 രൂപ 39 പൈസ ലഭിക്കും. പാൽ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കും. കഴിഞ്ഞ ഏപ്രിലിൽ ചേർന്ന യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പാൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനയിൽ ഉചിതമായ തീരുമാനം സ്വീകരിക്കാൻ മിൽമ MDയെ യോഗം ചുമതലപ്പെടുത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലത്ത് നിർമ്മാണ ജോലികൾ നടന്നുവരുന്ന ദേശീയപാതയിൽ വിള്ളൽ. കാവനാട് ആൽത്തറമൂട് മേൽപ്പാലത്തിൽ 6 വരി ദേശീയപാതയുടെ റോഡിന് ഇരുവശങ്ങളിലുമായാണ് വിള്ളൽ കണ്ടത്. മേൽപ്പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ആരംഭിച്ചിട്ടില്ലെങ്കിലും സർവീസ് റോഡ് വഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ജനങ്ങൾ ആശങ്കയിലാണ്. ദേശീയപാതയുടെ ഇരുവശങ്ങളിലും 100 മീറ്ററോളം നീളത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. ടാറിംഗ് ജോലികൾ പൂർത്തിയായ റോഡ് വിണ്ടുകീറിയ നിലയിലാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റോഡ് നിർമ്മാണം നടത്തുന്ന ശിവാലയ കൺസ്ട്രക്ഷൻസ് വിള്ളൽ കണ്ട സ്ഥലങ്ങളിൽ ടാർ ഒഴിച്ച് ഇത് മറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടതോടെ യാത്രക്കാരും ജനങ്ങളും ആശങ്കയിലാണ്. വിള്ളൽ കാണപ്പെട്ട മേൽപ്പാലത്തിന് ഇരുവശങ്ങളിലുമായി സർവീസ് റോഡുകൾ ഉള്ളതിനാൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് കൊട്ടിയം മൈലക്കാട് ദേശീയപാതയിലും നിർമ്മാണത്തിലിരുന്ന റോഡിൽ വിള്ളൽ രൂപപ്പെട്ട് റോഡ് തകർന്ന വലിയ അപകടമുണ്ടായത്. മണ്ണിന്റെ ഘടനയും പാരിസ്ഥിതിക ആഘാത പഠനങ്ങളും നടത്താതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. മാസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് പാലത്തിനായി മണ്ണിട്ടുയർത്തിയപ്പോൾ ആറിവാൾ പുറത്തേക്ക് തള്ളി വന്നിരുന്നു. ഈ 2 ദിവസത്തെ മഴയ്ക്കായിട്ട് ഏകദേശം 100 മീറ്ററോളമാണ് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 2 മാസം മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ, അന്ന് ഇവർ റോഡ് ടാർ ചെയ്യുകയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആറിവാൾ ഇട്ടിട്ട് മണ്ണ് ഫില്ല് ചെയ്ത സമയമായിരുന്നു. പൂർണ്ണമായിട്ടും മണ്ണ് ഫില്ല് ചെയ്ത സമയത്താണ് ആറിവാൾ ചെറുതായിട്ട് ബൾജ് ചെയ്ത് പുറത്തോട്ട് ബൾജ് ചെയ്ത സമയത്ത് കളക്ടറെ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതിന് പ്രകാരം അവിടുന്ന് ആളുകൾ വന്ന് ഈ ഫില്ല് ചെയ്തിരിക്കുന്ന മണ്ണ് മൊത്തം മാറ്റി ആറിവാൾ രണ്ടാമത് റീഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇവർ റോഡ് ടാർ ചെയ്തത്. അതേ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും അപകടം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെട്ടില്ല എന്നുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഈ വിള്ളലിൽ കൂടി അകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറിവള്ളിലോട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലക്കടൊക്കെ സംഭവിച്ചാൽ ഒരു വലിയൊരു ദുരന്തത്തിലോട്ടായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ മണ്ണിട്ടുയർത്തിയുള്ള മേൽപ്പാലം ഒഴിവാക്കി എലിവേറ്റഡ് ഹൈവേ വേണമെന്ന ആവശ്യം മാസങ്ങൾക്ക് മുൻപ് ജനകീയ സമരസമിതി മുന്നോട്ട് വച്ചു. മണ്ണ് പരിശോധനാ ഫലം വന്നതിനുശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കൂ എന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ഉറപ്പ്. എന്നാൽ ആ ഉറപ്പുകളൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇവിടെ മേൽപ്പാല നിർമ്മാണം നടന്നത്.
മേൽപ്പാലത്തിൽ ഇപ്പോൾ രൂപപ്പെട്ട വിള്ളൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. മഴ ശക്തമാകുമ്പോൾ മേൽപ്പാല നിർമ്മാണത്തിന് ഉപയോഗിച്ച മണ്ണിരുത്തി മേൽപ്പാലം തകരുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. കൊട്ടിയത്ത് സമാന രീതിയിലുണ്ടായ അപകടം വലിയൊരു ദുരന്തത്തിലേക്ക് മാറിയില്ലെങ്കിലും ഇവിടെ സാഹചര്യങ്ങൾ മറ്റൊന്നാണ്. അടിപ്പാതയും സർവീസ് റോഡുകളുമുള്ള ഇതുവഴി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതെ അടിയന്തര പ്രശ്ന പരിഹാരമാണ് ഇവിടെ ആവശ്യം. അമൃത ന്യൂസ്, കൊല്ലം. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പുനരന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. 2023 ഡിസംബർ 15-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസിന് മുന്നിൽ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം കരിങ്കൊടി കാട്ടിയ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ അകമ്പടി വാഹനത്തിലെ ഗൺമാനും സംഘവും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്നാൽ തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ സന്ദീപ് എന്നിവരെ ക്രൈംബ്രാഞ്ച് കുറ്റവിമുക്തരാക്കി. ഈ നടപടി തള്ളിയ ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പുനരന്വേഷണത്തിനും ഉത്തരവിട്ടിരുന്നു. എന്നാൽ 1.5 വർഷമായിട്ടും നടപടിയുണ്ടായില്ല. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് പുനരന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി നയിക്കുന്ന ടീമിൽ DYSP ബൈജു പൗലോസാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. CI ടോൾസൺ, SI മാരായ ജയകൃഷ്ണൻ, ദീനദയാൽ മല്ലൻ, SR അമൃതരാജ്, ASI രാജേഷ് എന്നിവരാണ് മറ്റു സംഘാംഗങ്ങൾ. പ്രത്യേക അന്വേഷണ സംഘം നാളെ ആലപ്പുഴയിൽ യോഗം ചേരും. ഫയലുകൾ പരിശോധിച്ച ശേഷമാകും തുടർ നടപടി. അന്വേഷണത്തിന്റെ ഭാഗമായി ജില്ലാ ക്രൈംബ്രാഞ്ചിൽ നിന്നും ചില ഫയലുകൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെളിവുകൾ സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് വേഗത്തിലാക്കാനും നോട്ടീസ് നൽകി. ആവശ്യമെങ്കിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തേക്കും. പരാതിക്കാരുടെ മൊഴി ഉൾപ്പെടെ വീണ്ടും രേഖപ്പെടുത്തി വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും 2 ആഴ്ച കൂടുമ്പോൾ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും DGP റവാഡ ചന്ദ്രശേഖർ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ജിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. പ്രതികൾക്ക് 20 ദിവസത്തേക്കാണ് പരോൾ. നേരത്തെ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരുന്നുവെങ്കിലും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരാൻ പാടില്ലെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പ്രതികൾ അവരുടെ വീട് നിൽക്കുന്ന പ്രദേശത്തേക്ക് എത്തിയെന്നാണ് സൂചനകൾ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പെരിയയിലും കല്ലിയോട്ടും കനത്ത പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. LDF സർക്കാരിന്റെ അവസാന കാലത്താണ് പെരിയ കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായത്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച് കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടാക്കിയതായി കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. പ്രതികൾക്ക് ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നതിനെതിരെ പുതിയ സർക്കാരും ആഭ്യന്തര വകുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നടപടി വിലയിരുത്തുക എന്നുള്ളതല്ല, ഇപ്പോൾ ഇവരെ ഒരു പ്രവണത ഇങ്ങനെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടുള്ള ജയിൽ പുള്ളികളായ ഇപ്പോൾ 5 പ്രതികളെയും വീണ്ടും 3-ാമത്തെ പ്രാവശ്യമായി ഇപ്പോൾ പരോൾ നൽകിയിരിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസമുള്ളൊരു കാര്യമാണ്. നാട്ടിൽ തന്നെ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക, കോടതി ഇപ്പോൾ ഈ ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ വിധി വരുന്നതിന് മുമ്പേ ഇവരിളക്കിയതാണ്. ജയിൽ സൂപ്രണ്ട് ഉണ്ടല്ലോ, അല്ല ജയിൽ ഉപദേശക സമിതി, P ജയരാജ്, പിന്നെ സൂപ്രണ്ടുണ്ടല്ലോ, ഇവരാണ് എൻ്റെ കാര്യക്കാർ. അപ്പോൾ അവർ കൂടിയിട്ട് എത്ര കണ്ട് ഇവർക്ക് സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ചെയ്തു കൊടുക്കുന്നത്. ജയിലിനകത്തും ചെയ്യുന്നുണ്ട്, പുറത്ത് വിട്ടിട്ടില്ല അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള. അപ്പോൾ ഇതുവരെയും നമ്മൾക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്തേക്ക് ഇവർക്ക് പ്രവേശനമില്ല. പക്ഷേ ഇന്ന് ആ മാനദണ്ഡം. എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾക്കെതിരെ വീണ്ടും പ്രതിഷേധം. ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലി അരനൂറ്റാണ്ടായി തുടരുന്ന തർക്കമാണ് ഇവിടുത്തേത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഇത് 15-ാം തവണയാണ് ശ്രമം നടക്കുന്നത്. എറണാകുളം കിഴക്കമ്പലം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിനെതിരെ വീണ്ടും പ്രതിഷേധം. സുപ്രീംകോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ എത്തിയതോടെയാണ് പ്രദേശവാസികൾ സംഘടിച്ച് പ്രതിഷേധം ഉയർത്തിയത്. 7 പട്ടികജാതി കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലുള്ളത്.
സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 60 വർഷത്തോളം പഴക്കമുള്ള ഭൂമി തർക്ക കേസിൽ 4 വർഷം മുമ്പാണ് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം 2 ഏക്കർ 65 സെന്റ് ഭൂമി അളന്നേറ്റെടുക്കുന്നതിനായി സുപ്രീംകോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തി. ഇതോടെ നാട്ടുകാർ സംഘടിച്ചു. കുട്ടികളും സ്ത്രീകളും ആത്മഹത്യാ ഭീഷണി മുഴക്കി. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെടുകയും കൊച്ചി പോലീസിനോട് നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. നേരത്തെ കമ്മീഷനെ തടഞ്ഞതിന് 48 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സർക്കാർ പകരം സംവിധാനങ്ങൾ ഒന്നും ഒരുക്കി നൽകിയിട്ടില്ലെന്നും ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോകില്ലെന്നുമാണ് പ്രദേശവാസികളുടെ നിലപാട്. CPM-ന്റെ നേതൃത്വത്തിൽ കോളനിയുടെ പ്രവേശന കവാടത്തിൽ പന്തൽ കെട്ടി സമരം ശക്തമാക്കാനാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപ്, വടക്കൻ കേരളം, കർണാടകയുടെ തെക്കൻ ഉൾപ്രദേശങ്ങൾ, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് മുകളിലൂടെ മധ്യബംഗാൾ ഉൾക്കടൽ വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് മഴ ശക്തമാകാൻ കാരണം. കാലവർഷം അടുത്ത ചൊവ്വാഴ്ചയോടെ കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത്തവണയും കാലവർഷം അടുക്കുമ്പോൾ കടലോര നിവാസികളുടെ നെഞ്ചിൽ തീയാണ്. കടൽഭിത്തി നിർമ്മാണത്തിൽ കഴിഞ്ഞ സർക്കാർ തുടർന്ന അലംഭാവം മൂലം കടലാക്രമണ ഭീതിയിലാണ് കോഴിക്കോട് ബട്ട് റോഡ് ശാന്തിനഗർ കോളനി നിവാസികൾ. 2 വർഷം മുമ്പ് കടലാക്രമണത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ പോലും ഇവിടെ നടപടിയുണ്ടായിട്ടില്ല. ഓരോ കാലവർഷവും കിടപ്പാടത്തിന്റെ പാതി കടലെടുക്കും. കലി പൂണ്ടെത്തുന്ന കടലിൽ നിന്നും കയ്യിൽ കിട്ടുന്ന സാധനങ്ങളുമായി ടെറസിൽ ഉൾപ്പെടെ അഭയം പ്രാപിക്കുകയാണ് പതിവ്. ബട്ട് റോഡ് ശാന്തിനഗർ കോളനിയിലെ ഒരു വിഭാഗം ആളുകളുടെ ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാലങ്ങളായി കടലെടുക്കുന്നത്. ഇതിനൊരു പരാക്രമം നമ്മൾ കാണുന്നില്ല. ഇത് എന്ത് വഴി ചെയ്യാൻ കടലെടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവന്നെ, വേറൊന്നുമില്ല. പിന്നെ ഒരു പരിധിയിൽ കല്ലിട്ടുന്ന സ്ഥിതിക്ക് ഒരു 6 മാസമല്ലേ കടലിൽ നിൽക്കുകയുള്ളൂ. അതിൽ കൂടുതൽ പിന്നെ പിന്നെ പോയില്ലേ കടൽ. LDF സർക്കാർ അധികാരത്തിലേറും മുന്നേ കടൽഭിത്തി നിർമ്മാണമായിരുന്നു അന്നത്തെ പ്രധാന വാഗ്ദാനം. എന്നാൽ 10 വർഷമുണ്ടായിട്ടും നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ മഴക്കാലങ്ങളിലെല്ലാം കടൽക്ഷോഭത്തിൽ തകർന്ന കടൽഭിത്തികളുടെ പുനർനിർമ്മാണവും അനിശ്ചിതത്വത്തിലാണ്. 2 വർഷം മുമ്പാണ് ശാന്തിനഗർ കോളനിയിലെ ശാരദാമ്മയുടെ വീട് കടലെടുത്തത്. പുതിയൊരു വീടെന്ന ഇവരുടെ ആവശ്യത്തെ 2 വർഷം പിന്നിട്ടിട്ടും അധികൃതർ പരിഗണിച്ചിട്ടില്ല. ഇതോടെ മകൾ മിനിയുടെ വീട്ടിൽ തുടരുകയാണ് ഈ വയോധിക. ഇവിടെ 14 കൊല്ലമായി ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു ഗതിയും കെട്ടിയിട്ടില്ല. ഈ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇതെന്നും ഇടത്തും പോകണമുണ്ട്. ഇപ്പം 4 കൊല്ലമായി ഫിഷറീസിലേക്ക് ഒരു വീടില്ലാന്ന് എഴുതി കൊടുത്തിട്ട് ഇതുവരെ പാസ്സായിട്ടില്ല. അതുകൊണ്ട് അമ്മ ഇവിടെ കിടക്കുന്നത്. 20 വർഷത്തെ സുരക്ഷ ഉറപ്പാക്കി ഗാബിയോൺ ബോക്സ് മാതൃകയിൽ നേരത്തെ ഗോദീശ്വരം ഭാഗത്ത് നിർമ്മിച്ച കടൽഭിത്തി 10 വർഷത്തിനിടയിൽ തന്നെ തകർന്നിരുന്നു. ബട്ട് റോഡിലും സമാനമായ അവസ്ഥയാണ്. കോർപ്പറേഷൻ പരിധിയിലെ ബട്ട് റോഡ് ബീച്ചിൽ കടൽഭിത്തി നിർമ്മാണത്തിന് 7 കോടിയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചതായി മുൻ MLA അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ നിർമ്മാണം നടത്താൻ നടപടിയുണ്ടായിട്ടില്ല. 2 വർഷം മുമ്പ് കടലാക്രമണത്തിൽ തകർന്നു വീണ ശാരദാമ്മയുടെ വീടാണിത്. ഇന്നേ വരെ അറ്റകുറ്റപ്പണി നടത്താനോ പുതിയൊരു വീട് നൽകാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഓരോ കടലാക്രമണം ഇവരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ഇതിൽ നിന്ന് എന്ന് കരകയറാനാകുമെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ സജീത് അറിയിലിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. CPM തിരുവനന്തപുരം ജില്ലാ സമിതിയിലും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെയാണ് നേതാക്കൾ പ്രതികരിച്ചത്. പരാജയ കാരണം പിണറായിയുടെ ധാർഷ്ട്യമാണെന്നും ശരീരഭാഷയും സംസാരവും സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും വിമർശനമുയർന്നു. വാർത്താ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ പക്വതയോടെ ഇടപെടുമെന്ന് ചർച്ചയ്ക്ക് മറുപടിയായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെയും സെക്രട്ടറി ന്യായീകരിച്ചു. ആണധികാരം പ്രയോഗിക്കാതിരിക്കാനാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നവർ ആണധികാരത്തിന്റെ വക്താക്കളാണെന്നും അദ്ദേഹം വിമർശനങ്ങൾക്ക് മറുപടി നൽകി. തിരഞ്ഞെടുപ്പിൽ വർഗീയത തിമിർത്താടിയെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കഴിഞ്ഞുപോയത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കി വോട്ട് ചെയ്യാൻ പറഞ്ഞു. പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിച്ചത് താമരത്താങ്ങിലാണെന്നും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വർഗീയ ഇടപെടൽ നടന്നുവെന്നും KK രാഗേഷ് വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ, ആ കേരളം അപകടത്തിലാകുമോ? ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇപ്പൊ ന്യൂനപക്ഷ വർഗീയത തിമർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മതം നോക്കി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല.
മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് മതം നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. BJPക്ക് RSSന് സംഘപരിവാറിനെ ഏറ്റവും നന്നായിട്ട് അറിയാം. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയാൽ, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഈ കേരളത്തിൽ BJPക്ക് ശക്തിപ്പെടാൻ വേണ്ടി കഴിയുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. കട്ടപ്പന നഗരസഭയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. കട്ടപ്പന ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നഗരസഭാ കവാടത്തിൽ പോലീസ് സമരക്കാരെ തടഞ്ഞു. തുടർന്ന് നടന്ന സമരം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു.